ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രുചി ആൻഡ് ഹോം. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. ഈ മാംഗോ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് മാംഗോ കമ്പാർട്ട്. ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. ഈ ഒരു മാംഗോ കമ്പാർട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ മൊത്തം കേക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഐസിങ്ങിനും അതുപോലെ തന്നെ വെറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ഈ ഒരു മാംഗോ കമ്പാർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു മാംഗോ കമ്പാർട്ട് നമ്മൾ ഐസിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ക്രീമിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പാർട്ട് 1 കണ്ടവർക്ക് മനസ്സിലാവും, ഈ കേക്ക് നമ്മൾ ഒരാളെ സർപ്രൈസ് അയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്താണ്. ഈ ഒരു കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇത് വെറ്റ് ചെയ്യുമ്പോഴായാലും അതുപോലെ തന്നെ കേക്കിൻ്റെ അകത്തായാലും നമ്മൾ മാംഗോ കമ്പാർട്ട് കുറച്ച് അധികം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കിന് നല്ലൊരു മാംഗോ ടേസ്റ്റ് കിട്ടും. മാംഗോ ഫ്ലേവറിൻ്റെ ടേസ്റ്റ് നല്ല രീതിക്ക് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളെല്ലാം കുറച്ചധികം യൂസ് ആക്കിയിട്ടുണ്ട്. ക്രീമായാലും എല്ലാം നമ്മൾ അധികം യൂസ് ആക്കിയിട്ടുണ്ട്. ഒരു കേക്ക് ബേക്ക് ചെയ്ത് കൊടുക്കുന്നതിലപ്പുറം അവരത് കഴിച്ച് അവരുടെ റിവ്യൂക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യും. അവരെന്താ പറയുക, കേക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ, അതിൻ്റെ ഡെക്കറേഷൻസ് എങ്ങനെയുണ്ട്, ആ ഒരു റിവ്യൂ കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇത് ഏത് ബേക്കേഴ്സിനും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് ബേക്കിംഗ് എന്നല്ല, ഏത് വർക്ക് ചെയ്യുമ്പോഴും അത് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള റിവ്യൂ കിട്ടുക, അതും പോസിറ്റീവായിട്ടുള്ള റിവ്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. കേക്ക് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, ഏതൊരു ഫംഗ്ഷൻ്റെയും മെയിൻ പാർട്ടായിട്ട് തന്നെ കേക്ക് മാറിയിട്ടുണ്ട്. സോ അത് അവർ പറഞ്ഞ ഫ്ലേവറിൽ അവർ പറഞ്ഞ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് തിങ്. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തരുന്നതാണ് ഓരോ ഓർഡറും കസ്റ്റമേഴ്സ്. അപ്പോൾ അത് അവർ പറഞ്ഞ രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് ആസ് എ ബേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക്. ആൻഡ് ഓൾസോ ഞാൻ ഈ ബേക്കിംഗ് എൻ്റെ പാഷനാക്കി മാറ്റിയതിൽ ഐ എം സോ ഹാപ്പി. ഒരാൺകുട്ടിക്കുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു തീമിലാണ് ഈ കേക്ക് മേക്ക് ചെയ്തിട്ടുള്ളത്. ഫുട്ബോൾ തീമായിരുന്നു അവർ പറഞ്ഞത്. സോ അത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് മാംഗോ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും സീ യു.